ISL മുംബൈ സിറ്റിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് മിന്നുന്ന ജയം. എതിരില്ലാത്ത 2 ഗോളിന്റെ വിജയമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത്. 11ാം മിനിറ്റിൽ ദിമിത്രി ഡയമൻഡോക്കോസാണ് ആദ്യ ഗോൾ നേടിയത്. രണ്ടാമത്തെ ഗോൾ നേടിയത് ക്വാമെ പെപ്രയാണ്. ഇഞ്ചുറി ടൈമിന്റെ അവസാന നിമിഷത്തിലാണ് ക്വാമെ ഗോൾ അടിച്ചത്. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് ഇന്ന് മത്സരം നടന്നത്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ചേതൻ കൂടി ചേരുകയാണ്. ചേതൻ, കേരള ബ്ലാസ്റ്റേഴ്സ് മിന്നുന്ന ജയമാണ് സ്വന്തമാക്കിയത്. എതിരില്ലാത്ത 2 ഗോളിന്റെ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ്. ഒപ്പം 7ാം ജയമാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത്. എത്രത്തോളം ആവേശത്തിലാണ് ആരാധകർ? എങ്ങനെയാണ് വിവരങ്ങൾ? അതെ അശ്വതി, വളരെ ആവേശത്തിലാണ് കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയം ഉള്ളത്. മുംബൈ സിറ്റിക്കെതിരെ മിന്നും വിജയമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇപ്പോൾ ആധികാരികമായ 2 ഗോളിന്റെ മുന്നേറ്റത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരിക്കുന്നത്. ഡയമണ്ട് ക്ലോസും അതുപോലെ തന്നെ കോമി പെപ്രയുമാണ് 2 ഗോൾ അടിച്ചത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ആവേശത്തിന്റെ അലകടൽ തീർത്തുകൊണ്ട് കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയം ഇപ്പോൾ മുന്നേറുകയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. കേരള ബ്ലാസ്റ്റേഴ്സ് ക്രിസ്മസ് സമ്മാനം ഒരുക്കിയിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലേറ്റ് ആദ്യ തോൽവിക്ക് മധുര പ്രതികാരം വീട്ടിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ വളരെ അത്യാവേശത്തിലാണ് നമ്മളിപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? അശ്വതി, ദൃശ്യങ്ങൾ കാണുന്ന വളരെ എക്സൈറ്റ്മെന്റിലാണ് ഇപ്പോൾ കേരള പെപ്ര തിരിച്ചു വരാണ്. നല്ല കളിയാണ് കളിച്ചത്. അടിപൊളി കളിയാണ്. നല്ല പ്രതികാരം കൊടുത്തിട്ടുള്ള ഈ പ്രാവശ്യം തന്നെ കളിയുടെ ഒരു ഘട്ടത്തിൽ ഇല്ലാണ്ടാക്കി കളഞ്ഞു. മുംബൈ സീസൺ കളി ഒരു കളി പോലും തോറ്റിട്ടില്ല. എല്ലാവരെയും റെസ്പെക്ട് ചെയ്യണം. അതേ അശ്വതി, നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് ബ്ലാസ്റ്റേഴ്സ് വളരെ എക്സൈറ്റ്മെന്റിലാണ്. അവരുടെ പ്രതികരണത്തിലുള്ള വളരെ വ്യക്തമാണ്. ഈ സീസണിൽ ആദ്യം മുംബൈ ബ്ലാസ്റ്റേഴ്സിനെ വിജയിച്ചിരുന്നു. അതിനൊരു മധുര പ്രതികാരം വീട്ടിയാണ് ഈ ക്രിസ്മസ് ദിനത്തിലും നമുക്ക് കാണാൻ സാധിക്കും. ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ വളരെ ആവേശത്തിൽ തന്നെയാണ്. ആധികാരികമായ 2 വിജയത്തിനാണ് മത്സരമാണ് ഇപ്പോൾ നേടാൻ സാധിക്കുന്നത്. അവരുടെ പ്രതികരണം വളരെ വികാരത്തിൽ വളരെ എക്സൈറ്റ്മെന്റിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ എന്ന് വേണം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ. അശ്വതി, ചേതൻ, അതോടൊപ്പം തന്നെ നമുക്കറിയാം കഴിഞ്ഞ മത്സരങ്ങളുണ്ട്. ആ ഒരു മത്സരത്തെ അപേക്ഷിച്ച് ഇന്നത്തെ മത്സരത്തെ എങ്ങനെ വിലയിരുത്താൻ സാധിക്കും? അശ്വതി, ചോദ്യം വ്യക്തമായില്ല. ചേതൻ, നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തെ അപേക്ഷിച്ച് ഈ ഒരു മത്സരത്തെ, പ്രത്യേകിച്ച് കേരളത്തിന്റെ മണ്ണിൽ കൊച്ചിയിലാണ് ഇന്ന് മത്സരം നടന്നത്. കഴിഞ്ഞ മത്സരത്തെ അപേക്ഷിച്ച് ഇന്നത്തെ മത്സരത്തെ എങ്ങനെ വിലയിരുത്താം? നമുക്കറിയാം മിന്നുന്ന ജയമാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത് എന്നുള്ളത്. 11ാം മിനിറ്റിൽ ദിമിത്രി ഡയമൻഡോക്കോസ് ആണ് ആദ്യ ഗോൾ നേടിയത് എന്നുള്ളതാണ്. അതെ അശ്വതി, കഴിഞ്ഞ മാസം ചെന്നൈ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കറിയാം 3-3 അത് സമനിലയിൽ കലാശിക്കുകയായിരുന്നു. ഈ മത്സരം നമുക്ക് പരിശോധിച്ചാൽ സാധിക്കും. ഈ 3 ഗോളുകൾക്ക് ശേഷം ഇരു ടീമുകളും അന്ന് പ്രതിരോധത്തിലാവുകയാണ്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല നമ്മൾ കാണാൻ സാധിച്ചത്. മുംബൈ സിറ്റിക്ക് ഒരു ഘട്ടത്തിലും മേൽക്കൈ നേടാൻ ഇന്നത്തെ മത്സരത്തിന് സാധിച്ചില്ല. അതിന് പ്രധാനപ്പെട്ട പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡിഫൻഡർ ലെസ്കോവിച്ച്, ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻഡർ ലെസ്കോവിച്ചിന് മികച്ച പെരേര ഡേസിനുള്ള മറുപടിയാണിത്. പെരേര ഡേസിന്റെ അഹങ്കാരത്തിനുള്ള മറുപടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അടിപൊളി കളിയായിരുന്നു, നൈസ് കളിയായിരുന്നു. നമുക്കിവിടെ പ്രായഭേദമന്യേ എല്ലാ ആരാധകരും, ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരൊക്കെ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. കുട്ടികളൊക്കെ വളരെ ആവേശത്തിലാണ്. ഈ അശ്വതി, നമുക്ക് ഇവിടുന്ന് പ്രതികൾ തന്നെ കാണാൻ സാധിക്കും. അവർ എത്രത്തോളം ആനന്ദത്തിലാണ്, അവർ എത്രത്തോളം ആവേശത്തിലാണ് എന്നാണ് ഈ മത്സരത്തെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? ഒന്നും പറയില്ല. ജാവ മുംബൈ, ജാവ
അശ്വതി ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും. ചേതൻ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആരാധകരുടെ ആവേശം നമുക്ക് ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ്. എല്ലാരും നല്ല കളി കളിച്ചു, നല്ല രസമുണ്ടായിരുന്നു. അതെ അശ്വതി, ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും. എല്ലാവരും വളരെ ആവേശത്തിലാണ്. ഇതാ ആരാധകർ ഇവിടെ എനിക്ക് ചുറ്റും ഇവിടെ പൊങ്ങി നിൽക്കുകയാണ്. ഇത് എങ്ങനെയുണ്ട്? മഞ്ഞക്കടലായി മാറിയിരിക്കുകയാണ് കൊച്ചി. ISLൽ മുംബൈ സിറ്റിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് മിന്നും ജയം. എതിരില്ലാത്ത 2 ഗോളിന്റെ വിജയമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത്. 11-ാം മിനിറ്റിൽ ദിമിത്രി ഡയമൻഡക്കോസ് ആണ് ആദ്യ ഗോൾ നേടിയത്. രണ്ടാമത്തെ ഗോൾ നേടിയത് കാമേ പെപ്രയാണ്. ഇഞ്ചുറി ടൈമിന്റെ അവസാന നിമിഷത്തിലാണ് കാമേ പെപ്രെ ഗോൾ അടിച്ചത്. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് ഇന്ന് മത്സരം നടന്നത്. തത്സമയ വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും ചേതൻ നൽകിയത്.